യെസ്, ഓൺ റോഡ് 14,12,000 രൂപക്ക് കിട്ടുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന ഡസ്റ്ററിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി ടാഗ് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ ₹1 പോയിട്ട് ഒരു നയ പൈസ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്ങിന് വേണ്ടി ചിലവാക്കേണ്ടതില്ല. എല്ലാ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ പിന്നെയും നമുക്ക് 3 വേരിയൻ്റ് ഇതിന് മുകളിൽ വരുന്നുണ്ട്. ഒരു കുറച്ചുകൂടി ലക്ഷറി വാഹനം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനോമിക് റൂഫ് പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെ കുറച്ചുകൂടി ലക്ഷറി ഫീച്ചേഴ്സാണ് ആഡ് ആവുന്നത്. നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഇതിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. സോ ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് പറയാം. പക്ഷേ അതെടുക്കുമ്പോൾ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള ഇൻഫർടൈൻമെൻറ്റ് ക്യാമറ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50,000 രൂപ കൊടുത്താൽ നമുക്ക് അതിനുള്ള ഒരു പക്ക ക്വാളിറ്റി സാധനം കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ വാഹനം എടുത്തതിന് ശേഷം ഒരു 50,000 മുടക്കണം. ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് ബേസ് വേരിയൻറ്റിൽ നിന്നും 1,45,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടും. ₹1 നിങ്ങൾ അതിന് ശേഷം മുടക്കേണ്ടതില്ല. വാഹനം എടുത്തു കഴിഞ്ഞാൽ EMI ആയിട്ട് എടുക്കുന്നവർക്ക് ഏകദേശം 2,000-2,500 രൂപയാണ് ഡിഫറൻസ് വരും. നിങ്ങൾ അധികം അടക്കേണ്ടി വരിക ബേസ് വേരിയൻറ്റിൽ നിന്നും ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ. ബേസ് വേരിയൻറ്റ് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വാഹനം കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും അതുപോലെ വാല്യൂ ഫോർ മണി ടാഗ് ലൈനും കൊടുക്കാൻ പറ്റിയിട്ടുള്ള എവല്യൂഷൻ എന്നുള്ള വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞ ഈ ഒരു 14,12,000 എന്നുള്ളത് 1 ലിറ്റർ എഞ്ചിനോട് കൂടി വരുന്ന എവല്യൂഷൻ വേരിയൻറ്റിനാണ്. നമുക്കിതിൽ തന്നെ ഒരു 1.3 ലിറ്റർ ടർബോ എഞ്ചിൻ കൂടി വരുന്നുണ്ട്. അത് നോക്കുന്നവർക്കാണെങ്കിൽ 15,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ് വരിക. ഇനി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലാണ്. ഡസ്റ്ററിൽ ഇതിന് താഴേക്കുള്ള വേരിയൻറ്റ് പോയാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല. അതും നമ്മളിപ്പോൾ പറഞ്ഞ 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് ഇല്ല, 1.3 മാത്രം ഓട്ടോമാറ്റിക്. അതും DCT ട്രാൻസ്മിഷനോടുകൂടി വളരെ സ്പോർട്ടി ആയിട്ടുള്ള വാഹനമാണ് കിട്ടുക. അതിന് 17.5 ലക്ഷം രൂപ വരും. ആ ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതായത് 3 രീതിയിൽ എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ ഈ ഒരു ഒറ്റ വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. 14,12,000, 15,70,000, 17.5 ലക്ഷം എന്നിങ്ങനെ 3 റേഞ്ചിൽ നമുക്ക് ഈ സെയിം വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വേരിയൻറ്റിൽ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരിക. പക്ഷേ ഹൈ ബീമിന് ഹാലജൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. LED DRL ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പ് വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നില്ല. അത് നമുക്കിതിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ 360 ക്യാമറ വരുന്നുണ്ട്. സോ അതിനൊക്കെയുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 360 ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ സ്പേസ് ഉണ്ട്. പാർക്കിംഗ് സെൻസർ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. സോ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിലും വലിയ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. നോർമൽ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സിൽവർ അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ വരുന്നുണ്ടെങ്കിൽ ഇത് ബമ്പർ ഫുള്ളായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നുള്ളത്. ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ്, അത് റെനോയുടെ ലോഗോക്ക് പകരം ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് ആണ് നമുക്ക് പുതിയ മോഡലിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഒരു മസ്കുലർ ഫീലിന് വേണ്ടിയിട്ട് നമ്മുടെ ബോണറ്റിലൊക്കെ പവർ ബൾജ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻ്റ്, അതായത് ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രൈസ് കുറഞ്ഞ മോഡലാണെന്നുള്ള ഒരു കുറവ് നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ഉദാഹരണത്തിന് വേണ്ടി ഈ ഒരു ടോപ്പ് എൻഡ് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞൊരു സിൽവർ ഒരു ഗ്രേ എലമെൻറ്റ് കണ്ടോ. നമുക്ക് നേരത്തെ നമ്മുടെ വാഹനത്തിൽ കണ്ടത് ഫുൾ ബ്ലാക്ക് ആണ്. ഇതിലൊരു ഗ്രേ എലമെൻറ്റ് ഒന്ന് ഫോഗ് ലാമ്പ് ആഡായി, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഓൾ LED ആയിട്ട് നമുക്കൊരു ടെക്നോ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മേലുള്ള വേരിയൻറ്റ് മുതൽ, അതായത് നമ്മൾ നേരത്തെ ഹൈ ബീം ഹാലജനാണ് കണ്ടത്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഫുൾ LED ആണ് വന്നുള്ളത്. ടെക്നോ എന്ന് പറയുന്ന എവല്യൂഷൻ്റെ മേലുള്ള വേരിയൻറ്റിലാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആവുന്നത്. 360 ക്യാമറ, അത് ടോപ്പ് എൻഡ് ആണ് കേട്ടോ. അപ്പോൾ അത്ര ഫീച്ചേഴ്സൊക്കെ ആഡ് ആവുന്നുണ്ട്. ലുക്കിൽ പക്ഷേ നമുക്ക് വലിയ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. സോ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ നിന്നും ഏകദേശം 1,40,40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ എത്താനായിട്ട് പറ്റും. അതിൽ നിന്നും നമുക്ക് മുകളിലേക്ക് ടെക്നോ, ഞാൻ പറഞ്ഞ ഫുള്ള് LED ഹെഡ് ലാമ്പും സൺ റൂഫും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്ന വാഹനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2,13,000 കൊടുക്കണം. 2 ലക്ഷത്തിന് മുകളിൽ കൊടുത്താലേ നമുക്ക് ഇതിന് മുകളിലുള്ള ടെക്നോയിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആണ് എന്നുള്ളത് പോകെ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇതാണ് വന്നുള്ളതിന് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാമെന്നുള്ള വെച്ചാൽ വേറെ ഒരു കുറവ് നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ഇനി വശങ്ങളിലേക്ക് വന്നാൽ അലോയ് വീൽ സ്റ്റാർട്ട് ആവും നമുക്ക് ഈ ഒരു വേരിയൻറ്റിലാണ്. 225/60 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രേ ഫിനിഷിലൊരു അലോയ്സ്, 4 വീലിലും ഡിസ്ക് ബ്രേക്കുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത് സ്റ്റാൻഡേർഡാണ് കേട്ടോ. ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. ബേസ് വേരിയൻറ്റിലും ഈ സെയിം ടയർ സൈസ് ആയിരിക്കും, 17 ഇഞ്ച് തന്നെയാണ് വരിക. പക്ഷേ അലോയ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു 1.5 ലക്ഷത്തിനടുത്ത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അലോയ്സ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 212 മില്ലിമീറ്ററാണ് നമ്മുടെ ഡസ്റ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് സ്റ്റാൻഡേർഡാണ് എല്ലാ വേരിയൻറ്റിലും. അതുപോലെ വർഷങ്ങളിൽ നമുക്ക് ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കാണാനായിട്ട് സാധിക്കും. മിററിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫീച്ചറും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഓട്ടോ ഫോൾഡ് ഇല്ല, ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മിറർ ഫോൾഡ് ആവും. സോ
അലോയ്സും വന്നു, മിറർ ഫോൾഡ് വന്നു. അങ്ങനെ A to Z ഫീച്ചേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഫ്രണ്ടിലും വശങ്ങളിലും ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. റൂഫ് റെയിൽസ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലാണ് ആഡ് ആവുന്നത്. അത് നമുക്ക് ബേസ് വേരിയൻ്റ് എടുക്കുമ്പോൾ റൂഫ് റെയിൽസ് ഉണ്ടായിരിക്കില്ല. ഇത് ഫംഗ്ഷനിലാണ്, വെറുതെ ഭംഗിക്ക് വെച്ചല്ല. 50 കിലോ വരെ നമുക്ക് ഭാരം കയറ്റാവുന്ന ഫംഗ്ഷണൽ റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ഹാൻഡിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എവല്യൂഷനിൽ സൈഡ് പ്രൊഫൈൽ ആഡായി വന്നിട്ടുള്ളത്. അലോയ്സ് ആഡായി, ഓട്ടോഫോൾഡ് മിറർ ആഡായി, റൂഫ് റെയിൽസ് ആഡായി. സോ 1.5 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ തന്നെ ആഡ് ആയിട്ടുണ്ട് എന്ന് പറയാം. അതും നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 18 ഇഞ്ച് ആവുന്നുണ്ട്. അതായത് 1 ഇഞ്ച് കൂടുന്നുണ്ട്. ഡയമണ്ട് കട്ട്, അതായത് ഡുവൽ ടോൺ അലോയ്സ് ഒക്കെ ആവുന്നുണ്ടെന്ന് വെച്ചാൽ വേറെ അവിടെ നമുക്ക് ലുക്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള മാറ്റമൊന്നും വരുന്നില്ല. അതിപ്പോൾ 17 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാൻസിനെ ബാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു സൈസ് അല്ലെങ്കിൽ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് LED കണക്റ്റിംഗ് ടൈപ്പ് ടൈൽ ലാമ്പ് യൂണിറ്റ് ആവുന്നത്. നമ്മൾ ബേസ് വേരിയൻ്റ് എടുത്താൽ നമുക്ക് ഇവിടെ ഇലുമിനേഷൻ ഉണ്ടായിരിക്കില്ല. എവല്യൂഷൻ മുതലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇലുമിനേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് റിയർ വൈപ്പറും റിയർ ഡീഫോഗറും ആഡ് ആവുന്നത്. ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് റിയർ വ്യൂ ക്യാമറയും ആഡ് ആവുന്നത്. സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും റിയറിലേക്ക് ലോഡ് ആവുന്നത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടാണ്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഓൾറെഡി നമ്മൾ 10,000 രൂപ വർത്തായിട്ടുള്ള ഫീച്ചർ കണ്ടു. ഇത് നമ്മളൊരു കണക്റ്റഡ് ടൈപ്പ് ലൈറ്റും ഡീഫോഗറും വൈപ്പറൊക്കെ കൂട്ടുമ്പോൾ അഗെയിൻ ഒരു 10,000-25,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് റിയറിൽ വന്നു. അങ്ങനെ ഒരു 70,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 80,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറിൽ തന്നെ നമുക്ക് ആഡായി വരുന്നുണ്ടെന്ന് പറയാം. അതുകൂടാതെ നമുക്ക് ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് നമ്മളിപ്പോൾ കാണുന്നത് ടർബോ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജ്, അതായത് 2 ടർബോ എഞ്ചിനാണ്, നമ്മൾ 1.3 ടർബോ എഞ്ചിനാണ് കാണുന്നത്. അതിൻ്റെ 160 PS അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, അതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. നോർമൽ 1 ലിറ്റർ എഞ്ചിനാണെങ്കിൽ 100 PS ആണ് പവർ, ഇത് 160 PS ആണ്. അതാണ് അതിൽ പെർഫോമൻസിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. റിയർ പാർക്കിംഗ് സെൻസർ സ്റ്റാൻഡേർഡ് ആണ്. ഫുൾ ബമ്പറിൻ്റെ അവിടെ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ആണ്. ടോപ്പ് എൻ്റെ കയ്യിൽ ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റ് മുതൽ നമുക്ക് നിങ്ങളെ ഫുൾ ഓപ്ഷനിൽ കാണുന്ന പോലെ സിൽവർ അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ട് വരും എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു 518 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അതിൽ പാർസൽ ഷെൽഫ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലാണ് ആഡ് ആവുന്നത്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഇതും എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ 518 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ് എന്ന് പറയാവുന്നൊരു സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഏകദേശം 2,00,000-2.25 ലക്ഷം കൂടുതൽ കൊടുക്കും നമുക്ക് കിട്ടുന്ന ടെക്നോയിലേക്ക് പോകുകയാണെങ്കിൽ, നമ്മുടെ പാൻഡോമിക് റൂഫും ഇതൊക്കെ കിട്ടുന്ന വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ പവർ ടൈൽ ഗേറ്റും കൂടി ലഭിക്കുന്നത്. നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു പവർ ടൈൽ ഗേറ്റ് ഇതിന് അത്യാവശ്യമാണ് എന്നുള്ളത്. കാരണം ഭയങ്കര ഹെവിയാണ്. നമ്മൾ നോർമലി സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പിടിച്ച് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു ലിഡാണ്, ബൂട്ട് ലിഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്. 50 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ജസ്റ്റ് വാഹനം അൺലോക്ക് ആണെങ്കിൽ ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. E20 കമ്പാറ്റബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ രൂപത്തിലാണ് ഓവറോൾ ലുക്ക് പറയാനുള്ളത്. നമുക്ക് ഇത്രയും ഒരു 1 ലക്ഷത്തിനടുത്തുള്ള വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എക്സ്റ്റീരിയറിൽ കണ്ടു. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. ബേസ് വേരിയലും ഈ ഒരു സെക്കൻഡ് വേരിയലും സെയിം ഫാബ്രിക് അപ്പോൾസ്റ്റി ആണ്. അത് ഫുൾ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. ഡീസൻ്റ് ആണെന്ന് പറയാം. ടെക്നോയിലേക്ക് പോകുമ്പോൾ നമുക്കതും ഒരു കളർ കോമ്പിനേഷനൊക്കെ മാറുന്നുണ്ട്. ലെതർ ഒന്നും ആവുന്നില്ല, പക്ഷേ നമ്മുടെ കളർ കോമ്പിനേഷൻ ചേഞ്ച് ആയിട്ട് കുറച്ചുകൂടി ഭംഗി കൂടുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതായത് എല്ലാ ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത്. 60/40 സ്പ്ലിറ്റ് സീറ്റും വരുന്നുണ്ട്. അതായത് എവല്യൂഷനിലല്ല കേട്ടോ, നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടത് 60/40 സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അതുപോലെ തന്നെ സെൻറ്ററിൽ കപ്പ് ഹോൾഡേഴ്സോടുകൂടിയുള്ള ആംറെസ്റ്റ് ഒക്കെയുള്ള സ്പേസ്, അത്തരത്തിൽ ഫുൾ ഫീച്ചർ ലോഡർ ആക്കിയിട്ടാണ് ബേസ് വേരിയൻറ്റ് തൊട്ട് നമ്മുടെ റിയർ കംഫർട്ട് ഒരുക്കി. അതുപോലെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്, ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് റിയറിലേക്ക് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഫീച്ചേഴ്സ് വന്നിട്ട് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം അത് നമുക്കൊരു എക്സ്ട്രാ ഒരു മാറ്റ് വാങ്ങിയിടണം എന്നുള്ളതേ ഉള്ളൂ. അതും വാങ്ങുമ്പോൾ അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓഫറിലും ചെയ്തു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ 1 രൂപ ആക്സറിക്ക് മുടക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയും കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. 6 എയർ ബാഗ് വരുന്നുണ്ട്. കർട്ടൻ എയർ ബാഗ്സിൻ്റെ പ്രൊട്ടക്ഷനും റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് പറയാം. ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആ ഒരു സെൻട്രൽ കൺസോളും അതുപോലെ അത്യാവശ്യം ഒരു പ്രീമിയം ഫീല് നമ്മുടെ റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു കിടിലം വേരിയൻ്റ് ആണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആവുന്നത് നമുക്ക് മുൻവശത്താണ്. ഈ വേരിയൻറ്റിൽ എന്തെങ്കിലും ഒരു കുറവ് പറയാൻ പറഞ്ഞാൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. പക്ഷേ കീലെസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിങ്, അതുപോലെ ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. അതിൽ ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് കീ ഒരു ഫ്ലിപ്പ് കീ അല്ല കേട്ടോ, നോർമൽ കീയും വന്നിട്ടുണ്ട്. സോ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കുറവുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ലോഡാണ് നമുക്ക് ഈ വാഹനത്തിൽ. നമ്മുടെ ഡോർ പാഡ് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 4 പവർ വിൻഡോ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മാത്രമല്ല ഫോൾഡും വരുന്നുണ്ട്. മിറർ ഇത് ഫോൾഡ് പ്രസ് ചെയ്താൽ നമുക്ക് ക്ലോസ് ആവുന്നു ഓപ്പൺ ആവുന്നു കാണാം. അത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ടെക്നോയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോൾഡ് ആവുന്നുണ്ട്. അതായത് നമ്മൾ കീ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവുന്ന ഒരു ഫീച്ചർ ആഡ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ വേറെ ഒരു കുറവ് നമുക്ക് അവിടെ പറയാനില്ല.
6 സ്പീക്കർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് നമുക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല. ഇതിലാണ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കിമീസിൻ്റെ 6 സ്പീക്കേഴ്സ്, അതായത് 4 ഡോറിൽ സ്പീക്കേഴ്സും 2 ട്വീറ്റർ നമ്മുടെ പില്ലറിൻ്റെ ഭാഗത്തായിട്ടൊക്കെ നൽകിയിട്ട് ഫുൾ ആർക്കിമീസിൻ്റെ ഒരു കിടില സൗണ്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു മ്യൂസിക് പ്ലെയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ഷോറൂമിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 lakh അടുപ്പിച്ച് കോസ്റ്റ് വരുന്നതാണ്. അതായത് സ്ക്രീന് വെക്കണം, അതിനനുസരിച്ച് സ്പീക്കേഴ്സ് കാര്യങ്ങൾ ട്വീറ്റർ എല്ലാം ആഡ് ചെയ്യണം. സോ ഒരു 1.5 ലക്ഷം കൂടുതൽ കൊടുത്ത് ഈ ഒരു വേരിയൻറ്റിലേക്ക് വന്നാൽ വർത്താണ് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് കൂടാതെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. അത് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോട്ടർ കൺട്രോൾസ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലാണ് കിട്ടുക. MIDയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ബേസ് വേരിയൻറ്റ് മുതൽ ഈ ഒരു 7 ഇഞ്ചിൻ്റെ MID തന്നെയാണ് നമുക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അറിയാമെന്നുള്ളത്, അതായത് ഇൻക്ലൂഡിങ് ടയർ പ്രഷർ മോണിറ്ററിങ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിലറിയാനായിട്ട് പറ്റും. അതിലിങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുക്കുക. ഡിസ്റ്റൻസ് TMT, ടയർ പ്രഷർ മോണിറ്ററിങ്, എക്കോ മോണിറ്റർ, അതായത് മൈലേജ് കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ വാഹനം ഓടിക്കാനായിട്ട്. പിന്നെ ഡിസ്പ്ലേ നമുക്ക് 2-3 തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും അത് ഓടുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിയറിംഗിലായിട്ട് ഇവിടെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾസ് ഒക്കെ ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക, അതുപോലെ ഇത് നമ്മുടെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ മീറ്ററാണ് ഇത്. നമുക്ക് ബേസ് വേരിയൻറ്റിലും സെക്കൻഡ് വേരിയൻറ്റിലും തേർഡ് വേരിയൻറ്റിലും ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ കോള്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. അത് ലഭിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതിവിടെ സോഴ്സ്, അതുപോലെ ബ്ലൂടൂത്ത്, ഓക്സ്, അതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, അതിൻ്റെയൊക്കെ മോഡുകൾ ചേഞ്ച് ചെയ്യുന്നത്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഈ ഒരു വേരിയൻ്റ് പ്രത്യേകതയാണ്. നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുത്താൽ നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു സോഫ്റ്റ് ടച്ചാണ് കണ്ടോ. നമുക്കിതിലൊരു സ്റ്റിയറിംഗ് കവർ ഇടേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇത് തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് നൈസാണ്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊരു ഡ്രൈവർ സെൻട്രിക് കോക്പിറ്റാണ് വന്നുള്ളത്. കുറച്ച് ഇൻഫർടൈൻമെൻറ്റും AC-യുടെ കാര്യങ്ങളും കൺട്രോൾസൊക്കെ ഇങ്ങനെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന രൂപത്തിലാണുള്ളത്. ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഈ വ്യൂ കണ്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. റെനോ ഡിസൈനിങ്ങിൽ മിന്നിച്ചിട്ടുണ്ട്, അത്രേ പറയാനുള്ളൂ. ഇനി ഇൻഫർടൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബേസ് വേരിയൻറ്റിൽ ഉണ്ടായിരിക്കില്ല. 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻ്റ് ആണ്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ക്യാമറ ആഡ് ആവുന്നുണ്ട്. ജസ്റ്റ് ക്യാമറ കാണിക്കണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, റിവേഴ്സ് ഇട്ടു. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നാവായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഇതും ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത്. സോ ഈ രൂപത്തിലാണ് ഇൻഫർടൈൻമെൻറ്റ് കാര്യം. ഞാൻ പറഞ്ഞ പോലെ ആർക്കിമീസിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതൊക്കെ ആഡായി വന്നിട്ടുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന മിറർ നമുക്കിതിൽ ആഡായി വന്നിട്ടുണ്ട്. ഇനി AC-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാനുവൽ AC ആണ്. അതും ഓട്ടോമാറ്റിക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നി. പക്ഷേ അത് മാനുവൽ, അതിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി അപ്പ് മാർക്ക് ഫീലുള്ള ഒരു കൺട്രോൾ കൊടുക്കായിരുന്നു എന്ന് തോന്നി. അവിടെ താഴേക്ക് വന്നാൽ ചെറിയ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ്. 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഇവിടെയും കാണാൻ സാധിക്കും. ഇത് നമ്മളിപ്പോൾ കാണുന്ന ഓട്ടോമാറ്റിക് DC ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുടെ ഒരു ടോഗിൾ സ്വിച്ചാണ് വന്നിട്ടുള്ളത്. ഗിയർ കാണാനായിട്ട് പറ്റില്ല. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എക്കോ, ഹെഡ്ലൈറ്റ് ലെവലർ, ഐഡിൽ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ അതിൻ്റെ കൺട്രോൾസും വന്നിട്ടുണ്ട്. മൊത്തം ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാൻഡ് അടക്കം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക്, അതുപോലെ സിൽവർ, ഇവിടെ ഒരു വുഡ് ഫിനിഷ്, ഒരു ഫാബ്രിക് ടച്ച്, അത്തരം കാര്യങ്ങളൊക്കെ വന്ന് ഒരു പ്രീമിയം ഫീൽ. ഇതൊക്കെ നമുക്ക് കണ്ടോ, ഹാർഡ് പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഈ ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ വളരെയധികം ഇമ്പ്രസീവാണ് ഈ ഒരു വേരിയൻ്റെ കാര്യത്തിൽ എന്ന് പറയാം. അതുപോലെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ വിത്ത് ലൈറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. മിറർ നമുക്ക് മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്നതാണ്. കുഞ്ഞു LED ലൈറ്റ്സ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ മാത്രമല്ല ഇവിടെയൊക്കെ നമുക്ക് ടച്ച് ചെയ്താൽ ഓൺ ആവുന്ന രൂപത്തിലുള്ള മാപ്പ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി നമുക്ക് എല്ലായിടത്തും വാഹനത്തിൽ ഫീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വഴി സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആംറസ്റ്റ്, താഴെ സ്റ്റോറേജ് ഏരിയ, ഇത് ബേസ് വേരിയൻ്റ് മുതലുണ്ട്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് നമ്മുടെ EMI ഒരു 2000 രൂപ അധികം നമ്മൾ പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സുള്ളൊരു ഡസ്റ്റർ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ്. സോ എൻജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ റൂം ഓപ്പൺ ചെയ്യാൻ നമുക്ക് എഫേർട്ടില്ല. ഹൈഡ്രോളിക് സ്ട്രെറ്റ് നൽകിയിട്ടുണ്ട്. സോ അതും ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ വളരെ കുറവ് മാനുഫാക്ചേഴ്സ് മാത്രമേ ഈ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു.
പുറകിൽ ബാഡ്ജിങ് ഉണ്ടായിരുന്നു ടർബോ 163 എന്നുള്ളത്. 163 PS 260 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ഇതിൽ നമുക്ക് 6 സ്പീഡ് മാനുവലായിട്ടും 6 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലാണ് ലഭിക്കുക. അതിൽ DCT ട്രാൻസ്മിഷനാണ് നമ്മളിപ്പോൾ കണ്ടത്, ഓട്ടോമാറ്റിക്. ഇത് കൂടാതെ നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ, അതായത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്ന ഒരു ഡസ്റ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് യാത്രകളൊന്നുമില്ല, കമ്മ്യൂട്ടിംഗ് ആണ്, ഡെയിലി ഡ്രൈവ്സ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ ഒരു 1 ലിറ്റർ എടുത്താൽ മതി. നമുക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 100 PS 166 Nm ടോർക്കും ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ഡ്രൈവ്സിൽ മൈലേജ് കൂടുതൽ വേണം എന്നുള്ളവർക്കൊക്കെ ആ ഒരു എഞ്ചിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 2 രീതിയിൽ നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ഈ ഒരു വേരിയൻ്റ് എവല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരുള്ള റെനോ ഷോറൂമിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാഹനം ഇവിടെ അവൈലബിൾ ആണെങ്കിൽ വൈറ്റും അതുപോലെ തന്നെ സിൽവറും നമുക്ക് ഇവിടെ നേരിട്ട് കാണാനായിട്ട് പറ്റും. സെയിം വേരിയൻറ്റ് അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു വേരിയൻറ്റ് കൂടിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 14,12,000 രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ളൊരു വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, എലിവേറ്റ് തുടങ്ങിയിട്ടുള്ള ടൈഗൂൺ, കുഷാക്ക് അതൊക്കെ മത്സരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വർത്താണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എൻ്റെ ടൈക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചില മറക്കാതെ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.